Good morning, sir. Yes, good morning. Good morning, sir. Yes, good morning, Shilpa. Good morning, sir. Okay, good morning. Good morning, sir. Okay, Kirtana, good morning. Good morning, sir. Soumya. Okay, Soumya, good morning. Sapira, good morning. Okay, Arya Venugopal, good morning. Okay, Farsana. ഉണ്ടായിരുന്നു, സ്റ്റേജിലുണ്ടായിരുന്നു കീർത്തന. ഡാൻസ് കളിച്ചിരുന്നേ ഉള്ളൂ. യെസ്, അനീഷ, ഓക്കെ. യെസ്, നല്ല പരിപാടിയായിരുന്നു അത്. യെസ്, ഞങ്ങളും വരുന്നുണ്ട് സാറേ, സാറൊക്കെ കാണാൻ. ഓക്കെ ഓക്കെ ഓക്കെ, തകർക്കണം കേട്ടാ. അത് നല്ല പരിപാടിയായിരുന്നു. ഫിഫ്ത് ബാച്ചിന്റെ വളരെ മനോഹരമായിട്ടുള്ള ഓക്കെ 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 ഓക്കെ, അടിപൊളി പരിപാടിയായിരുന്നു. ഓക്കെ, ഐ ആം ഓൾസോ വെയിറ്റിംഗ് ഫോർ യുവർ എന്താ പറയാ സെറിമോണിയൽ ഫംഗ്ഷൻ. ഓക്കെ, ഡോണ്ട് വറി, ബി ഹാപ്പി. എന്നും ഒരേപോലെ ഇല്ലല്ലോ, ചെറിയ ചേഞ്ചസ് ജീവിതത്തിൽ വരില്ലേ. അപ്പൊ ആ മാറ്റങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതും പേടിക്കേണ്ട, ഉന്നത വിജയം. അവർക്ക് കുറെ പേർക്കൊക്കെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവരവിടെ സ്റ്റേജിൽ പറഞ്ഞിരുന്നു. പിന്നെ അതോടൊപ്പം തന്നെ അവരുടെ അനുഭവങ്ങൾ അവർ പറഞ്ഞിരുന്നു. എന്നിട്ട് അവർ പറഞ്ഞൊരു സംഗതി, കാര്യം ശരി, ഇത് ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും റെഗുലർ ക്ലാസ്സിൻ്റെ പോലെയുള്ള ഒരു ഇന്റിമസിയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് എന്നുള്ള കാര്യം അവർ പറഞ്ഞത്. ഒരു അടുപ്പവും ഇതൊക്കെയാണ് ഫീൽ ചെയ്തത് അവർ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് നമ്മുടെ ഒരു ടീച്ചർ, ക്ലാസ്സാണ് 8 ടീച്ചർ കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരികയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറ്റി, ഇത് എന്തെന്റെ ലാസ്റ്റ് ക്ലാസ് ആയിരുന്നു, പക്ഷെ കൺട്രോൾ പോയി. കുട്ടികൾക്കും പോയി, കൺട്രോൾ എനിക്കും പോയി. അവസാനം കണ്ണെന്ന് തുടച്ചൊരു ടീച്ചർ വരികയാണ്. ഓക്കെ, യെസ്. അപ്പൊ ഇന്ന് പറഞ്ഞ പോലെ നിങ്ങൾ വളരെ നല്ല ബാച്ചാണ്, നല്ല കഴിവുള്ള ബാച്ചാണ്, പ്രായോഗികമായ ചിന്താഗതിയുള്ള നല്ലൊരു കുട്ടികളാണ് നിങ്ങൾ. ഓക്കെ ഓക്കെ, ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള കുട്ടികളാണ്. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഓക്കെ, അപ്പൊ നമ്മൾ വീണ്ടും വിഷയത്തിലേക്ക് വരികയാണ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അത് നമ്മൾ അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് തുടങ്ങാനുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ടെൻസിനെ കുറിച്ചാണ്. അപ്പൊ അതിന്റെ അടുത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ബയോഗ്രഫിയെ കുറിച്ച് പറഞ്ഞിരുന്നു. സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ സൗമ്യ, ഓക്കെ ഓക്കെ, സെൽഫ് ഇൻട്രൊഡക്ഷൻ. സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് എന്നായിരുന്നില്ല നമ്മൾ പറഞ്ഞത്, അത് തന്നെ സംഗതി. പക്ഷെ ബയോഗ്രഫി, നിങ്ങൾ എവിടെ ജനിച്ചു, എവിടെ പഠിച്ചു, അത് കഴിഞ്ഞതിന് ശേഷം എവിടെ പഠിച്ചു, അത് കഴിഞ്ഞതിന് ശേഷം എവിടെ പഠിച്ചു, അത് പറയാം. അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് നിങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹം, അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞ് അവസാനിപ്പിക്കാം നമുക്ക്. അപ്പൊ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഇത്, അതാണ് നമ്മൾ പറഞ്ഞത്. ഓട്ടോബയോഗ്രഫിയും ബയോഗ്രഫിയും തമ്മിലുള്ള വ്യത്യാസം അറിയാനല്ലേ. ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ തന്നെ എന്റെ ജീവിതകഥ എഴുതുകയാണ്. മറ്റത് ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ കഥ നിങ്ങൾ ആരെങ്കിലും എഴുതിയത് ബയോഗ്രഫി. ഇപ്പൊ നമ്മളൊരു ബയോഗ്രഫി പറയും, നാളെ നിങ്ങൾ വലിയ പ്രശസ്തരാകുമ്പോ ഇത് വെച്ചിട്ട് വേണം അത് ഞങ്ങൾക്ക് ഒരു ബയോഗ്രഫി എഴുതാനായിട്ട്. കീർത്തന വളരെ പ്രശസ്തിയായിരുന്നു. ഇപ്പോൾ പ്രശസ്തിയായ കീർത്തനയുടെ
ഹിസ്റ്ററി ഇന്ന സ്കൂളിലാണ് പഠിച്ചത്, ഇന്ന കോളേജിലാണ് പഠിച്ചത്, ഇന്നതുപോലെയായിരുന്നു എന്ന് ഞാൻ പറയണ്ടേ? യെസ്, ഓക്കെ. മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ നാടിനെ കുറിച്ച്, നിങ്ങൾ എവിടെ ജനിച്ചു, നിങ്ങളുടെ നാടിന്റെ ആ സ്കൂളിനെ കുറിച്ച്, അതിനെ കുറിച്ചൊക്കെ പറയാനായിട്ടൊരു അവസരവുമാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് റിമാർക്കബിൾ ആയിട്ടുള്ള പ്രോഗ്രസ് ഉണ്ടെങ്കിൽ അത് പറയും. അപ്പൊ കൂടെയുള്ള കൂട്ടുകാരികൾക്ക് അപ്പോൾ നമ്മുടെ കൂടെയുള്ള സംഗീത ഈ ലെവലുള്ള ആളാണല്ലേ, ഓക്കെ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അന്ന് ഞാൻ പറഞ്ഞിരുന്നു, അന്ന് പറഞ്ഞവർക്കും ഒരു അവസരം കൂടി തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നാണ്. അപ്പൊ ഞാനതിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് അവസരം വെക്കുകയാണ്. ഓക്കെ, ജസ്നയ്ക്ക് ഞാൻ പ്രത്യേകമായ അഭിനന്ദനം പറയുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ജസ്ന ഞാൻ അങ്ങോട്ട് പറയാതെ ഇങ്ങോട്ട് വന്നു. അതൊരു ധൈര്യത്തിന്റെ അടയാളമാണ്. മനസ്സിലായി? ഓക്കെ, ഞാൻ പറഞ്ഞ എന്ന് പറയുന്നത് അത് ജസ്നയിൽ വന്ന ഒരു മാറ്റത്തിന്റെ, ചിലപ്പോൾ ജസ്ന എന്ന് പറയുന്നത് അതിനുള്ള കുട്ടിയായിരിക്കും, എന്നിരുന്നാലും അതൊരു മാറ്റത്തിന്റെ അടയാളമാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ജസ്നക്ക് ഓക്കെ, സൗമ്യ ആൾസോ സപ്പോർട്ട് വിത്ത് മീ. അപ്പോ അതൊരു മാറ്റത്തിന്റെ അടയാളമാണ് ഞാൻ പറയാം എന്ന് പറഞ്ഞത്. ഓക്കെ, ജസ്ന തന്നെ പറഞ്ഞോളൂ. അപ്പൊ ജസ്നയുടെ ഐശ്വര്യത്തിൽ വേണം ഈ 1 മണിക്കൂർ മുന്നോട്ട് പോകാൻ. Okay. Okay. My name is Jasna. I was born in Tirur City Hospital. First, I studied in GMLPS School, Tirur. Yes. And next, I studied in PKT BM UP School. Then, I studied at Maulana Higher Secondary School, Tirur. After that, my graduation completed at Tunjan Government College, Tirur. Yes. And I am married at 2021. Yes. And my PG at Tunjat Elthachan University, but Oh, PG yes. not completed. And I studied in Sweet EduTech for Counseling Psychology and got first rank. Very good. She got the first rank in counseling psychology. അഭിനന്ദനം കൊടുത്തേ. Yes. Okay. Very good. Just. Okay. And finally, I studied in hospital administration at Smart Street. Okay, very good. Just വളരെ നന്നായിട്ടുണ്ട്. നല്ല ക്ലീൻ കോഴിക്കോട് പറയും. Okay. Yes, very good. Yes. അടുത്ത ഞാൻ പറയാമെന്ന് പറയുന്നത് സർ സൗമ്യ. ഓക്കെ, സൗമ്യ പറഞ്ഞോളൂ. I'm Soumya. I was born in 1992 at Tachambara village at Mannarkad. Mannarkad is situated in Palakkad district. Yes. I studied in St. Dominic ALP School, Tachambara for 4th standard. Yes. Later I joined 5th class in DBHSS Tachambara up to my SSLC. Yes. After that, I completed my +1, +2 in another school named GHSS Pattucheri. Yes. I got higher mark in +2. Yes, very good. Then I joined for my degree in Cooperative College, Mannarkad. Yes. I think that all are heard about the song Margariyil Mallika Poothal Mannarkad Pooram. Yes. Soumya. Yes. Very good. In that last year, I married Jayan Morini, and he also decided to join me in another course, COPA, Computer Operator and Programming Assistant in ITA course. Yes. I couldn't go for internship course. Yes. Because of my first baby. Yes. Now I have 2 babies, Lakshmi Jayan and Lucky Jayan. Yes. Then I got job as teacher near my place for business studies. Yes. I am much interested in business studies. Yes. Because of many reasons, I said goodbye to my teaching job. Yes. I got another job as advocate clerk in Mannarkad Court. Yes. I worked there more than 4 years. Yes. And there I acquired more information relating to law. Yes. Especially, I came to scrutinize the documents verification, Yes. both loan purpose and to purchase the properties. Yes. I also gave up the job Yes. for look after my younger baby. Yes. He is only 11 months older. Yes. Now I joined
hospital administration course in Smartry. Yes. I wish this course will change my lifestyle. Yes. I wish to go abroad. Very good, very good, very good, very good. സൗമ്യ നല്ല രസകരമായിട്ടുണ്ടായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. അത് സൗമ്യക്ക് ഇത് പ്രിപ്പയർ ചെയ്യാനും അല്ലെങ്കിൽ ചിന്തിക്കാനും സമയം കിട്ടിയിട്ടില്ല. അപ്പൊ ആ കിട്ടിയ ഞാനിപ്പോ സമയത്തിന് ജസ്റ്റ് പ്രിപ്പയർ ചെയ്തോളൂ. ഒരു 20 മിനിറ്റ് 10 മിനിറ്റിനുള്ളിൽ ഇപ്പഴേ പ്രിപ്പയർ ചെയ്തേ. യെസ്, ഓക്കെ. ആ 10 മിനിറ്റ് കിട്ടിയിട്ട് ഇത്രയും പെർഫെക്ഷൻ വന്നുവെങ്കിൽ കൂടുതൽ ചില കാര്യങ്ങൾ തിരക്കിട്ട് ചെയ്യുമ്പോൾ നന്നാവും. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ പെട്ടെന്ന് റെഡി ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത ടേസ്റ്റ് വരാറില്ല. മറ്റേ നമ്മൾ ടേസ്റ്റ് ആക്കാൻ വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ടേസ്റ്റ് ആവില്ല എന്ന് പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ തിരക്കിട്ട് എഴുതുന്നതാണ് തിരക്കഥായെന്ന് പണ്ട് ശ്രീനിവാസൻ പറഞ്ഞതുപോലെ തിരക്കിട്ട് പറഞ്ഞപ്പോൾ ശരിയായിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. സൗമ്യ രസമുണ്ടായിട്ട്. ഓക്കെ, 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 ഓക്കെ. ഞങ്ങൾ ഇതിന്റെ ഇടയ്ക്കൊന്ന് മണ്ണാർക്കാട് വരെ താങ്കൾ എത്തിച്ചു അല്ലേ? നമ്മൾ അവിടം വരെയൊക്കെ ഒന്ന് പോയി തിരിച്ചു വന്നു. അതൊക്കെ നല്ല രസമായിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് ആ പാട്ട് കയറ്റിയത് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അടുത്തത് ഫറാന നമുക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ഓക്കെ. ഇനി അടുത്തത് ആരാണ് പറയുന്നത്? ഓക്കെ, ഓക്കെ. ആരാണ്? ഓക്കെ, പറഞ്ഞോളൂ. ഓക്കെ, ഓക്കെ, ഓക്കെ. പറഞ്ഞോളൂ ഫർസാന. I'm Farsana. I was born at Kattur, near Iringyalkuda. Yes. I started my education at St. Anne's Convent at Kirti. Yes. Then I had my higher secondary education at Government Higher Secondary School, Kattur. I completed my degree in economics from Christ College, Iringyalkuda. Yes. Then I pursued for PG at Asmabi, MES Asmabi College, P. Vemballur, and then I dropped out because pregnancy. I was married in 2020 to Ajmal. His place is at Putanjira Mala. Yes. I have a 3-year daughter. Yes. Then I attempted for CMA Foundation and passed. Yes. I can't go for the Inter because baby. I have a small online craft store and also I'm a Mehendi artist. I am a craft store, online craft store. Okay, 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 okay. I'm a Mehendi artist. Now I'm pursued for hospital administration, possibly with my husband abroad. Yeah. That's all. Okay, very good, very good. Okay, Farsana, നന്നായിട്ടുണ്ട്. സെൽഫ് ഇൻട്രൊഡക്ഷൻ വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഓക്കെ. ഇപ്പൊ പറഞ്ഞ എല്ലാവരും വേണം നല്ല രസകരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗുഡ് ഇംഗ്ലീഷ് നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 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 ഓക്കെ. ഇനി ആരാണ്? യെസ്. നിങ്ങളുടെ പേരെന്താണ്? എവിടെ ജനിച്ചു? ഏതൊക്കെ സ്കൂളിൽ പഠിച്ചു? എന്ന് വിവാഹിതനായി? ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഇത്രയുള്ള കാര്യങ്ങൾ. യെസ്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞവരാണ്. എങ്കിലും നിങ്ങൾക്ക് വീണ്ടും ഒരിക്കൽ കൂടി പറയാനൊരു അവസരം കൂടി തരികയാണ്. യെസ്. സാൻജോ വിൽസൺ. യെസ്. ഇനി ധൈര്യമായിട്ട് പറഞ്ഞു. അല്ലെങ്കിൽ വിളിക്കാൻ നിൽക്കണമെന്നില്ലല്ലോ. ആര്യ വേണുഗോപാലോ? പറഞ്ഞു നോക്കൂ. My name is Arya. Yes. I was born in 2006, Todugura Archana Hospital. Yes. My education started in Dallapara Anganwadi School. Yes. Next, I studied at Government LP School, Karimunam, 1 to 4 classes. Yeah. Okay. Next, I studied St. Anne's High Secondary School, Karimunam, for class 5 to 10. Yes. In the same school, I studied a +1 and a +2. Yes. Then I joined a DCA course in Todugura. Yes. Now I am studied a hospital administration course. Very good, very good, very good. Okay, Arya. ഇത്രയും ധൈര്യമായിട്ടാണ്. Yes. Okay, okay, okay. ശില്പ വാഹിനി. ശില്പ. Nejma.
യെസ്. രാഖി രാമചന്ദ്രൻ. Sir, പറഞ്ഞോളൂ രാഖി. രാഖിനെ കുറിച്ച് 2 വാക്ക്. I am Raki. യെസ്, വെരി ഗുഡ്. ഒരു മിനിറ്റ് കേട്ടോ സാർ. ഓക്കെ ഓക്കെ, 1-2 മിനിറ്റ് എടുത്തോ, കുഴപ്പമൊന്നുമില്ല. I am Ragi. I am from Thrissur. യെസ്. I studied in ആദ്യം പഠിച്ച സ്കൂള്? GLPS Puthanpediga. യെസ്. Then I studied St. Anthony's High School, Puthanpediga. യെസ്. Next I studied GVHSS Valapad. യെസ്. After that I studied in Victoria Women's College, Kanyani. ഓ യെസ്. Now I am studying hospital administration course. യെസ്. Okay, അത്ര പോരെ sir. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ 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 ഓക്കെ, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. യെസ്. ഈ ആരാണ്? ഓക്കെ, സൂര്യ പറയൂ. സുരേന്ദ്രൻ. Hello, good morning, sir. ഗുഡ് മോർണിംഗ്. Sir, I ഗുഡ് am മോർണിംഗ്. Surya Surendran. I was born in Podanade, a small village in Peribavur in Ernakulam district. I started my education in Mother Teresa High School. Yes. And after that, I have studied in Oxford High School in Hyderabad. And Oh. intermediate education I have completed in 2008 in Narayana Junior College. It's also in Hyderabad. After that, I completed my graduation in BSc from UC College, Alva. And after that, I have completed my post-graduation in biotechnology from SN College, Arts and Science College, Kumaragam. After that, I got a job in Saimer Hospital, worked in a genetic lab for 2.5 years. Yes. After that, my marriage was in 2015. I Yes. have 2 kids now. Yes. Elder son is 6 years and younger daughter is 4 years now. Yes. Then, apart from my curriculum, I have done many training programs Yes. in the departments of biochemistry, hematology, and microbiology departments in Kolanjeri Medical College. Yes. And also 1 month training in the synthite industries in plant tissue culture. As per my interest, I have joined an internship program in Metropolis, and I have done 3 months program in laboratories. Yes. In 2021, I have attended an internship program in molecular laboratory for 1 month. It changed me a lot. And currently I am doing my online program in post-graduation diploma in hospital administration program. That helped me to strengthen my skills. Okay, Surya. Oh, you are a very talented person. Okay. നമ്മൾ ഓരോരുത്തരും പറയുമ്പോഴല്ലേ അവരുടെ ടാലന്റിനെ കുറിച്ച് നമ്മൾ അറിയണം. വെരി ഗുഡ്. ഓക്കെ. Thank you, sir. അപ്പൊ ഇങ്ങനെ പറയുമ്പോഴാണ് നിങ്ങളുടെ കൂടെ ഉള്ളവരെ കുറിച്ചുള്ള അവരുടെ എവിടെയെല്ലാം പോയി എന്തെല്ലാം ചെയ്തു, ഏതെല്ലാം ക്വാളിഫിക്കേഷൻ എന്നുള്ളത് അറിയുന്നത്. ഓക്കെ. അത് നിങ്ങൾക്ക് പിന്നീട് മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ. പിന്നീട് നിങ്ങൾക്ക് അത് പിന്നീട് ഗുണം ചെയ്യും. കാരണം നിങ്ങളുടെ മകളോ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അതൊക്കെ ഒന്ന് കൺസൾട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്കത് ഉപകാരപ്രദമാകും. ഓക്കെ. യെസ്, ഹു ഈസ് നെക്സ്റ്റ്? ഞാൻ പറയാമെന്നുള്ളത് ഇപ്പൊ നേരത്തെ സൂര്യ പറഞ്ഞ പോലെ ഞാൻ പറയാമെന്നുള്ളത് ആരാ പറയാ? അതൊരു ധൈര്യമല്ലേ? യെസ്. ആക്ച്വലി ഇല്ല അല്ലെ? ഓക്കെ. അമ്മു അജി, ആർ യു റെഡി? Ammu Aji. Yes. Who is next? ഞാൻ പറയാമെന്ന് പറഞ്ഞു വരുന്നത് ആരാണ്? Who is next? Nobody? Okay. അപ്പൊ റിബില പറയുന്നു she is traveling. Okay, no problem. Okay. നിതീഷ മോഹൻ.
Jadisha Mohan. She is also not connected. Yes. Who is next? Hafifa. Yes, that is also not connected. Yes, Digimon Rijish. Digimon. ഇപ്പൊ കുറച്ചു പേരൊക്കെ വിചാരിക്കുന്നുണ്ടാവും സാർ എന്റെ പേര് വിളിച്ച് ഞാനിപ്പോ പറയും, പക്ഷെ വിളിക്കുന്നില്ലല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ വിചാരിക്കുന്നവരോട് പറയുകയാണ്, വിളിക്കാൻ നിൽക്കേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നോക്കട്ടെ. യെസ്, നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് 2 വാക്ക് പറയാൻ അവസരം കിട്ടുകയാണ്. ഞാൻ എവിടെ ജനിച്ചു, എവിടെ വളർന്നു, എവിടെ പഠിച്ചു, എന്റെ ജീവിതത്തിൽ ഉണ്ടായ പ്രധാന സംഭവങ്ങൾ എന്തൊക്കെയാണ്, എന്റെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു. യെസ്, ഫാത്തിമത്ത്. യെസ്, നിങ്ങൾ അല്പസമയം കഴിയുമ്പോൾ വരും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ നോക്കിയിരിക്കുകയാണ്. ഓക്കെ. ഞാൻ നിങ്ങളോട് മിസ്പ്ലറ്റായ കുറച്ച് സ്പെല്ലിംഗ് പറഞ്ഞിട്ട് അതിന്റെ കറക്റ്റ് സ്ഥലം ഏതാണെന്നുള്ള ചോദ്യം ഞാൻ ചോദിച്ചായിരുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. കീർത്തന ചോദിച്ചതാണ് അല്ലേ? ഓക്കെ. വെരി ഗുഡ്. ഓക്കെ ഞാൻ ചോദിച്ചതാണ്. ഓക്കെ വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇത് നമുക്കുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് തമ്മിൽ ടെൻസ് ആണ്. ആ ടെൻസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ 1-2 കാര്യങ്ങൾ ചെയ്യുകയാണ്. ഓക്കെ, okay, very good. Alia Vedugopal. Sir, How are you? I am fine, sir. Okay, do you like gardening? Yes. Can you cook Chinese food? No. Oh, yes. What is your favorite song in Malayalam? എല്ലാം കുഴപ്പമില്ല. What is your favorite song? ഫേവറേറ്റ് ARM-ലെ മൂവി മറ്റേ നീ നടന്നു പോകും അതില്ലേ. Okay. Very good. Do you like photography? Yes. Yes. Do you like astronomy? No. Why don't you like astronomy? Why don't you like astronomy? It is not an interesting subject for you. Am I right? അതെ. Yes. Okay. Very good. Okay. Very good. Okay. Okay, very good idea. Very good. Okay. Safira is not there. Okay. Then നമ്മളൊരു മണ്ണാർക്കാട് വന്നിരുന്നല്ലോ, സൗമ്യ. Sir. Okay. So what is your favorite flower? Jasmine, sir. Oh, yes. What is your favorite subject? Business. Why do you like business studies more? When I was in +2, by studying business subject, I liked it more. Yes. So I married a businessman. I decided to marry a businessman also. Oh, yes. Okay. I wish to attain more. Yes. Okay. Very good. That is the reason why did you like business studies. Okay.
So, Very good. What is your favorite ice cream flavor? vanilla. Vanilla. Yes. Okay. Yes. Do you like watching documentary? No, sir, it is boring. Boring. Oh I yes. don't like. Which I like type? to watch comedy scenes or comedy. So you want to listen and watch only the comedy programs. Okay. Yes, Okay. sir. What is your favorite cartoon? Tom and Jerry. Tom and Jerry. Oh yes. Very good. Very good. Very good. Yes. What is your favorite series? Okay, Sanjay. Oh, yes, I never listened to it. Okay. What is your favorite TV channel? Sir, actually, I have no TV. So I don't watch TV, sir. Sometimes you may have the habit of looking mobile phone. Then you can tell what is your favorite channel. I just look up FB only, YouTube. Okay. But you have no favorite channel. Okay. What is your favorite snacks? Snack. I like പരിപ്പ് വട very much. പരിപ്പ് വട very much. Okay. അപ്പൊ സഫീർ പറയുന്നു, സഫീറിനെ വിളിച്ചിട്ടുണ്ട്. She like chips. സാൻജോ പറയുന്നു, it is also very good. സാൻജോനെ പറഞ്ഞു തന്നെ എനിക്ക് ഒരു വിഷയം. Send one more question. Do you believe in luck? Yes, sir. Sure. Why? Because of this, because of luck, we got a house and a baby. Yes. When I went to Muttappan temple in Kannur, my baby prayed. Elder baby prayed for him. Muttappan, I want one house and I want one baby. Yes. When we came after just 9 or 8 months, every two dreams completed. Yes. We got a house and we got a baby also. So I believe in luck, sir. Okay, so you believe in luck. So I named him Lucky. So Yes. I named him Lucky. So I think that it is a virtue by the God, not luck. It is a virtue, it is a blessing by God. Can you say that luck? Yes, sir. Of course. I also got a AC by luck in a allotting program. Yes. Any out of 800 persons participated in the competition, and the third chance, my husband name got third chance. Yes. He got an AC. Yes. I also believe that this baby have a luck. Okay. ഇനി ഞാൻ സൗമ്യ അവിടെ നിൽക്കുക. Okay. അപ്പോൾ സൗമ്യ says that she believes in luck, not in decision. Luck is a main factor. ഇതിനോട് എതിരഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? Luck is not a factor. Only the hard working is only the factor. എന്ന അഭിപ്രായമുള്ള ആരെങ്കിലും? Luck is only 2%. 98% is hard working. Anybody? Sir, hard working വേണം ഞാൻ. Yes. Both means Farsana പറയുന്നു both വേണം, Dagi പറയുന്നു 50-50. എന്താ 50% hard working and 50% luck. K2 Safir പറയുന്നു, but he was in front of a manager. Yes. ഇപ്പൊ സഫീറൊക്കെ പലതും പറയാനുണ്ട്, പക്ഷെ സഫീർ ഇരിക്കുന്ന മാനേജറിന്റെ മുന്നിലാണ്, അപ്പൊ അതിന്റെ പേര് ഒന്നും മിണ്ടാൻ പറ്റില്ല. Okay. Very good. കേട്ടാ, അവിടെ ഇരുന്നുകൊണ്ട് സഫീർ അത് റിയാക്ട് ചെയ്തു. വെരി ഗുഡ് സഫീറ, കീപ് ഇറ്റ്. യെസ്, അപ്പോ യു ബിലീവ് ഇൻ ലക്ക്. Okay. Good decision that you can make. Okay. Very good. Yes. Okay. Very good. Yes. ഇനി ലക്ക് തന്നെയാണ് പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് വിശ്വസിക്കുന്ന വേറെ ആരെങ്കിലും ഇതിനകത്തുണ്ടോ? നമുക്കൊരു കോൺവെർസേഷൻ ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ്. Yes. Sanjay പറയുന്നു, sir, in football Messi was a gifted and luck, but Cristiano is a pure hard worker. Okay. അപ്പൊ സാൻജോ ഇതിന് എക്സാമ്പിൾ എടുക്കുന്നുണ്ട്.
യെസ്, അത് ശരിയാണ്. ചില സമയത്ത് ഭാഗ്യം നമ്മളെ തുണയ്ക്കാറുണ്ട് അല്ലേ? ഭാഗ്യം നമ്മൾ തുണയ്ക്കാറുണ്ട്. ഓക്കെ ഫർസാന, യെസ്, അത് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ സംഭവിക്കാറുണ്ട്. ഓക്കെ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. യെസ്, ഓക്കെ. അപ്പോ ഇനി ആർക്കെങ്കിലും നിങ്ങളെ ഭാഗ്യം തുണച്ച ഒരു സംഗതിയെ കുറിച്ച് പറയാം, ഒരു ഇൻസിഡന്റ് പറയാം. ആർക്കെങ്കിലും ഭാഗ്യം തുണച്ച ഒരു സംഭവം? സുരേന്ദ്രൻ. ജസ്റ്റ് പറയുന്നു ഞാൻ പാതി ദൈവം പാതി അല്ലേ? യെസ്. അപ്പൊ നമ്മുടെ പകുതി അവിടെ നിൽക്കേണ്ട, ദൈവത്തിന്റെ പകുതി ആദ്യം കൂടി തന്നേക്ക് എന്നാണ് നമ്മൾ പറയുന്നത്. പറഞ്ഞോളൂ. In my opinion, luck and hard work both are both wants. Both are two sides of the same coin. Yes. But you give 50-50 chance to working and luck. By luck, I got a entrance exam. Yes. Entrance exam. I got a seat in Kumaragam SN College by luck. Yes. In PG. Yes. And also hard work. I hard worked for it. Okay. Kirtana പറയുന്നത് 90% ആണ് ഹാർഡ് വർക്കിംഗ്, 10% is only the luck. 10% luck എന്ന് പറയുന്നു. ഓക്കെ. പിന്നെ കുറെ ഐ ആം എഗ്രി വിത്ത് കീർത്തന. അപ്പൊ ഫർസാനയും അതിനോട് യോജിക്കുകയാണ്. പിന്നെ ചില ലക്ക് അല്ലെങ്കിൽ വിധി നമുക്കൊരു അവസരം കൊണ്ടുവന്നില്ല. ചിലപ്പോ will give you a chance. ഒരു അവസരം കൊണ്ടുവന്ന് നൽകും വിധി. ഒരുപക്ഷെ നിങ്ങള് മാക്ബത്ത് എന്ന് പറയുന്ന ഷേക്സ്പിയറിന്റെ നാടകം വായിച്ചാരെങ്കിലും ഇതിനകത്തുണ്ടോ? ഇല്ല. അപ്പൊ അതിനകത്ത് ലേഡി മാക്ബത്തിനോട് പറയുന്നുണ്ട് ഒരു സ്ഥലത്ത്, വിധിയാണ് നമുക്കിപ്പോ ഒരു അവസരം കൊണ്ടുവന്ന് തന്നിരിക്കുന്നത്, നിങ്ങൾ അതിനനുസരിച്ച് റിയാക്ട് ചെയ്യാന്ന് പറയുന്നുണ്ട്. ഓക്കെ. വീണ്ടും പല ആളുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് തിരിഞ്ഞു നോക്കാതെ കയറി പോകുന്ന പല ആളുകളുണ്ട്. ഒരു അവസരം ചിലപ്പോൾ നമുക്കത് കൊണ്ടുവന്ന് തരും, നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കും. ഓക്കെ, ആൻഡ് യുവർ പെർഫോമൻസ് വാസ് വെരി ഗുഡ്. അപ്പൊ സൗമ്യക്കും സുരേന്ദ്രനും ലക്കിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾക്ക് സഫീറൊക്കെ പറയാനുണ്ട്, ആര്യക്ക് പറയാനുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഫാരിസ് മോളും അതിനോടൊപ്പം തന്നെ അമ്മാജി പറയുന്നു ബോത്ത് ആർ ഈക്വൽ ഇൻ മൈ ലൈഫ്. രണ്ടും ജീവിതത്തിൽ 50-50 ആണ് സംഭവിച്ചതെന്നാണ് അമ്മ പറയുന്നത്. ഓക്കെ. അപ്പൊ ലെറ്റ് us go to നെക്സ്റ്റ് സംഗതി ഞാൻ പറയുകയാണ്. വേറെ ഒന്നുമില്ല, കുറച്ച് ചോദ്യങ്ങളാണ്. ചോദ്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിച്ചിട്ട് കുറച്ച് നാളുകളായെന്ന് എനിക്കറിയാം. സമയത്തിന്റെ കുറവുകൊണ്ട് ഞാൻ ചോദിക്കാതെ പോയത്. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങളെ എല്ലാം തന്നെ യെസ് എന്ന് പറയുന്ന ലെറ്ററിലാണ് ആരംഭിക്കുന്നത്. യെസ് എന്ന് പറയുന്ന ലെറ്റർ, സേവിയ യെസ് എന്ന് പറയുന്ന ലെറ്ററിൽ ആരംഭിക്കുന്ന ചോദ്യങ്ങളാണ്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. The only sure thing about luck is it will change. ഒരു പ്രധാനപ്പെട്ട സംഗതിയുണ്ട്. Luck is not in your hand, but the decision is in your hand. Luck cannot make a decision, but a decision can make a luck. That is the main thing. Decision is in your hand, luck is not in your hand. Okay, നമുക്ക് ലക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്നു പോയിക്കുന്നതന്നെ. ഓക്കെ, സഞ്ജു ഇസ് കറക്റ്റ്, വെരി ഗുഡ്. സോ ഐ ആം ഗോയിങ് ടു ആസ്ക് യു സം ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻസിന്റെ എല്ലാത്തിന്റെയും ആൻസർ യെസ് എന്ന് പറയുന്ന ലെറ്ററിലാണ് ആരംഭിക്കുന്നത്. ഫസ്റ്റ് ചോദ്യം ഇതാണ്. എ ഡേർട്ടി, DIRTY, ഡേർട്ടി മാർക്ക് ഓൺ സംതിങ്. എ ഡേർട്ടി മാർക്ക് ഓൺ സംതിങ്. ജസ്റ്റ് ഓക്കെ, സാൻജോ, ജസ്ന, സഫീറ. സാൻജോ, ജസ്ന, സഫീറ, മൂന്ന് പേർക്കും ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ. ബാക്കിയുള്ളവരൊക്കെ സൗമ്യ പറഞ്ഞിട്ടുണ്ട്. ഇത് ചോദിച്ചാണ്. ഓക്കെ. സോറി. യെസ് ചോദിച്ചതാണ്. യെസ്, എന്നാല് അപ്പൊ ഇപ്പൊ ഞാൻ മാർക്ക് ഇട്ടത് അതവിടെ നിൽക്കട്ടെ, അത് അവർക്ക് കിട്ടി. അവരുടെ ലക്ക്, നമ്മളിപ്പോ ലക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇറ്റ് ഈസ് ദെയർ ലക്ക്. അവരുടെ ലക്കിന് അത് അവർക്ക് കിട്ടി. ഓക്കെ. അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ ഐ ആം ഗോയിങ് ടു ആസ്ക് യു. ഓക്കെ, സാൻജോ, ഇറ്റ് ഈസ് യുവർ ലക്ക്.
I am going to ask you some questions. All answers should begin with the letter E. E എന്ന് പറയുന്ന ലെറ്ററിലാണ് ഇനിയുള്ള ചോദ്യങ്ങൾ ആരംഭിക്കുന്നത്. ഇ കഴിഞ്ഞതിന് ശേഷം വരുന്ന ലെറ്റർ എം ആയിരിക്കും. ഇ കഴിഞ്ഞതിന് ശേഷം വരുന്ന ലെറ്റർ എം. അപ്പൊ ഇ എം, ബാക്കിയുള്ളത് നിങ്ങൾക്ക് പൂരിപ്പിക്കാവുന്നതാണ്. ഓക്കെ ഓക്കെ. ഇ എം. ഓക്കെ സൗമ്യ. യെസ്. ചോദ്യം ഇതാണ്. A man who rules empire. A man who rules empire. അപ്പൊ സൂര്യ, സുരേന്ദ്രൻ, സൂര്യ, ആദിത്യ ആൻഡ് ശബാന. ഓട്ടെ. സൂര്യ, ആദിത്യ ആൻഡ് ശബാന. ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ പേര് എഴുതാനുമായിട്ട് സമയം പോണെങ്കിൽ നിങ്ങൾ പേര് വായിക്കാൻ പറ്റാണ്ട് പോയി കേട്ടോ. ഓക്കെ. അപ്പൊ സൂര്യക്ക് എഴുതിയിട്ടുണ്ട്. സൂര്യ, സുരേന്ദ്രൻ, ആദിത്യ ആൻഡ് ശബാന. വെരി ഗുഡ്. ഇത് മനസ്സിലായിട്ടൊന്നും എടുക്കണ്ട, ജസ്റ്റ് ഫോർ ഫ്രണ്ടിലേക്ക്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബോക്സ് വിത്ത് നത്തിങ്. ഓക്കെ. സൗമ്യ, സൂര്യ, ശബാന. സൗമ്യ വന്നിട്ടില്ല അല്ലേ? സൂര്യ വന്നു സാർ, ഞാൻ ആദ്യം ടൈപ്പ് ചെയ്തേ. സൗമ്യ ആദ്യത്തിലുണ്ടായി. സൗമ്യ ഈ അടുത്ത ക്വസ്റ്റ്യൻ ഇതന്നെ ആയിരിക്കും ഞാൻ വിചാരിച്ചു സാർ. യെസ്. ഓക്കെ. സൗമ്യ പേര് ചെയ്തിട്ടുണ്ട്. ഓക്കെ. വെരി ഗുഡ്. യെസ്. ഓക്കെ. എ ബോക്സ് വിത്ത് നത്തിങ് ഇൻസൈഡ്. അപ്പൊ നമ്മൾ പറയുന്ന പേരാണ് എന്താണ് രാഖി? യെസ്, എംപ്റ്റി. അടുത്തത് സംതിങ് സീരിയസ് ആൻഡ് ടു ആക്ട് ഇമ്മീഡിയറ്റ്ലി. ജസ്ന, ആദിത്യ, കീർത്തന. ജസ്ന, ആദിത്യ, കീർത്തന വന്ന് കഴിഞ്ഞു. ഓക്കെ. സൗമ്യ ശരിയാണ്, ശബാന ശരിയാണ്. കറക്റ്റാണ്. ഓക്കെ, കറക്റ്റാണ്. നിങ്ങൾ ബുദ്ധിയുള്ള കുട്ടികളുണ്ട്. ഞാൻ ചോദ്യം പറഞ്ഞ് അവസാനിക്കില്ല, അതിന് മുമ്പ് നിങ്ങൾക്ക് ഉത്തരം വന്നു. സംതിങ് സീരിയസ് ആൻഡ് ടു ആക്ട് ഇമ്മീഡിയറ്റ്ലി. ഈ എം വെച്ച് തുടങ്ങുന്നത് എമർജൻസി. ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. യെസ്. ടു അക്സെപ്റ്റ്. ആ വാക്ക് അർത്ഥം വരുന്ന വേറെ വാക്ക് നിങ്ങൾ പറഞ്ഞാൽ മതി. ടു അക്സെപ്റ്റ് or adopt, ADOPT, adopt a cause or belief, CAUC, a cause or belief. അതിന് പറയുന്ന ഒരു ഒറ്റ വേർഡ് ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞൊരു മീനിങ് ആണ്. ടു അക്സെപ്റ്റ് or adopt a cause or to accept, adopt a belief. EM എന്ന് പറയുന്ന വേർഡ് തുടങ്ങുന്ന ഒരു വേർഡ്. സഫീറ. ഓക്കെ. അപ്പൊ സഫീറ മാത്രമാണ് അതിന് ആൻസർ പറഞ്ഞത്. സഫീറക്ക് ഒരു പോയിന്റ് എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ സഫീറ, ആ വാക്ക് പറഞ്ഞതിന് പ്രത്യേക അഭിനന്ദനം. വേറെ ആരും പറയാതിരുന്നപ്പോ സഫീറ പറഞ്ഞത് once again I congratulate you. വെരി ഗുഡ്. അടുത്തത് a symbol, SYMBOL, a symbol that represents something. ജസ്ന, സൂര്യ, ശബാന. ജസ്ന, സൂര്യ, ശബാന. ജസ്ന, സൂര്യ, ശബാന. പിന്നെ സിജീവ അതിലൊപ്പം വന്നിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. യെസ്. ഓക്കെ. നമുക്കറിയാം ടു എ സിമ്പിൾ ദാറ്റ് റെപ്രസെന്റ് സംതിങ്. അതിന്റെ പേര് എംബ്ലം കേട്ടോ. എംബ്ലം. ആ എംബ്ലം നോക്കി കഴിഞ്ഞാൽ എന്താണ് സംഗതി നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ. യെസ്. A large Australian bird similar to an ostrich. Emu. Okay. Smita, Sajit, Vedugopal, Farsana, Aditya. Smita, Sajit, Arya Vedugopal alle. Arya idhathe vannitillalla. Arya Vedugopal.
അപ്പൊ ആരുടെ പേരൊക്കെ ഞാൻ പറഞ്ഞു? സ്മിത പറഞ്ഞു, ആര്യ പറഞ്ഞു, പിന്നെ ആരുടെ പേരെ പറഞ്ഞത്? 4 പേരുടെ പേര് ഞാൻ പറഞ്ഞില്ലേ ഈ ചോദ്യം പറഞ്ഞപ്പോ? സ്മിത, ആര്യ, ഫർസാന, യെസ് ഫർസാന, പിന്നെ ആദിത്യ. യെസ് ആദിത്യ. ഓക്കെ 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 യെസ് റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ പറഞ്ഞ ചോദ്യം കൂടി പറയുക. ലാർജ് ഓസ്ട്രേലിയൻ ബേർഡ് സിമിലർ ടു ആൻ ഓസ്ട്രിച്ച്, ഒട്ടകപ്പക്ഷിയോട് സാമ്യമുള്ള ഒരു ഓസ്ട്രേലിയൻ ബേർഡ്. യെസ്. The title of Muslim ruler. The title of Muslim ruler. Imam. Yes, Imam. Imam പറയും അമീർ, AMIR. മലയാളത്തിൽ പറയുമ്പോൾ അമീർ എന്ന് പറയും. ഓക്കെ. അപ്പൊ ഷബാന, സാൻജോ, സഫീറ അല്ലെ? സാൻജോ, ഷാൻജോ, ഫർസാന. ഓക്കെ ഫർസാന. ഫർസാന നേരത്തെ വന്നതല്ലേ? ഫർസാന നേരത്തെ വന്നില്ലേ? യെസ്. യെസ് യെസ് യെസ്. ഫർസാനയുടെ പേര് ഞാൻ എഴുതാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. ഫർസാന. യെസ്. ഓക്കെ 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 റെഡി. ജസ്ന. ഓക്കെ ജസ്ന. ജസ്ന. ഓക്കെ 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 ജസ്ന. ശരി. ഞാനേ 4 പേരുടെ പേര് ആദ്യം പറയും. 4 3 പേരുടെ ആദ്യം പേര് പറയും. അപ്പൊ അത് നമ്മൾ ഓർത്തിരിക്കും. യെസ് യെസ്. A woman who rules an empire. A woman who rules an empire. A woman who rules an empire. ആരും പറയാത്തത് പറയുന്ന സഫീർ എവിടെ? ഹൈപ്പർ ന്യൂട്ടൺ. ഓക്കെ. സാൻജോ ആൻഡ് സഫീറ അല്ല. മറ്റേത് എംപറർ ആകുമ്പോഴത്തേക്ക് ഇത് എംപ്രസസ് അങ്ങനെയാണോ പറയുന്നത്? ശരിയല്ല. ആലോചിച്ച് പറയാവുന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ ആരുടെ പേരൊക്കെ വിളിച്ച് സാൻജോന്റെ പേര് പറഞ്ഞില്ലേ? സാൻജോ, പിന്നെ ഹൈപ്പർ ന്യൂട്ടൺ അല്ലേ? ഹൈപ്പർ ന്യൂട്ടൺ അത് കറക്റ്റ് പുതിയ പേരാണ്. പിന്നെ ഒരാളുടെ പേര് പറഞ്ഞില്ല. സാൻജോ, ഹൈപ്പർ ന്യൂട്ടൺ, പിന്നെ ആരായിരുന്നു? യെസ്. സഫീറ. ഓക്കെ സഫീറ. യെസ് സഫീറ. യെസ്. ഓക്കെ 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 വെരി ഗുഡ്. കറക്റ്റ് ആണ്. അത് നേരത്തെ സാൻജോ പറഞ്ഞൊരു പേര് നമുക്ക് നോക്കിയെടുക്കാം. പ്രിൻസസ് എന്ന് പറഞ്ഞ പോലെ നേരത്തെ എംപറർ പറഞ്ഞാണ്. അപ്പൊ എംപ്രസ് നമുക്കത് കറക്റ്റ് ആയിട്ട് പറയാൻ കഴിയും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഗ്രീൻ സ്റ്റോൺ, STON, ഗ്രീൻ സ്റ്റോൺ. ജസ്ന, സഫീറ, സൗമ്യ. ജസ്ന, സഫീറ, സൗമ്യ. യെസ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നമുക്കറിയാവുന്നതാണ്. ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കിയിട്ട് നാളെ നോക്കിയിട്ട് നമ്മള് കല്ലുകൾ വാങ്ങിച്ചിട്ട് കയ്യിൽ മോതിരത്തിലിടുമ്പോൾ വരുന്ന സംഗതിയാണ് എംബ്രാൾ. ഓക്കെ 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 യെസ്. Next question. To pay someone, pay. To pay someone to work for you. Jasna, Shabana, Soumya. Jasna, Shabana, Soumya. Okay. എംപ്ലോയി എന്നുള്ളതാണ് കറക്റ്റ്. എംപ്ലോയിഡ് എന്ന് പറഞ്ഞത് എന്നാലും 10 വന്നതുകൊണ്ട് അത് നമുക്ക് പരിഗണിക്കാം കേട്ടോ. യെസ് വെരി ഗുഡ്. യെസ്.
ഓക്കെ 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 യെസ് ഓക്കെ. ഏതാണ്? EMPLOYEE ആണ് എംപ്ലോയി. 2 എംപ്ലോയി കേട്ടോ, ജോലിക്കാരൻ. ഓക്കെ ഓക്കെ ഓക്കെ. ടു പേ സമ്മൺ ടു വർക്ക് ഫോർ യു, നിങ്ങൾക്ക് വേണ്ടി ജോലി ഓക്കെ ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടു എക്സ്പ്രസ്, EXPRESS, express principles or ideas in a visible form. To express principles or ideas in a visible form. Emphasis അല്ല, in a visible form. Email അല്ല, വേറെ വാക്കുണ്ട്. To express principles and ideas in a visible form. ഇമോഷണൽ, വൈകാരികമായെന്നാണ്. അത് കൂടാണ്ട് നിങ്ങളുടെ സഫീറ അവിടെ, സഫീറ എംപ്ലൈസ് നേരത്തെ വന്നൊരു വാക്കാണ്. യെസ്, എമ്പതി. കുറച്ചുകൂടി മാറ്റം പറ്റും. യെസ്, കറക്റ്റ് ആണ്. ബാക്കി ഇമോഷണൽ അല്ല, എംപവർ ഓരോരുത്തരുടെ അടുത്തൂടെ ഒക്കെ പോകുന്നുണ്ട്. യെസ്, ശരീരവുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് ചിന്തിക്കും. ചോദ്യം ഇതായിരുന്നു. ടു എക്സ്പ്രസ് പ്രിൻസിപ്പിൾസ് ഓർ ഐഡിയാസ് ഇൻ എ വിസിബിൾ ഫോം. ഇൻ എ വിസിബിൾ ഫോം. Emerge in a visible form. ഓക്കെ, അപ്പൊ നമ്മൾ ആരും എത്താത്തതുകൊണ്ട് ഈ വൈ വരുമ്പോ പ്രസ്ഥാന ഈ എം എന്ന്. യെസ്, അതിന്റെ പേര് എംബോഡി എന്നാണ്. EMBODY കേട്ടോ, എംബോഡി. യെസ്. അപ്പോ ഞാൻ ഇപ്പൊ വരെ നിങ്ങളോട് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഇത് പറയുകയാണ്. അപ്പോ സാൻജു, അതിന് 1 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ആൻസർ പറഞ്ഞില്ല. EMBODY എംബോഡി. സാൻജോനല്ല, സാൻജോന് വേറെ ഉണ്ട്. അപ്പൊ സാൻജോന്റെ ആൻസർ തെറ്റാണ്. അല്ല, സാൻജോന് ഞാൻ മാർക്ക് പറഞ്ഞ തെറ്റാണ്. 2 പ്രാവശ്യം ഇരിക്കുന്നത്. ഓക്കെ 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 ഓക്കെ. യെസ്. അപ്പൊ ഞാൻ പറയട്ടെ, വായിക്കട്ടെ. ചിലപ്പോ 1 മാർക്കൊക്കെ ചിലപ്പോ അങ്ങോട്ട് കണക്ക് പോയിട്ടുണ്ടാവും. നിങ്ങൾ പേടിക്കേണ്ട. സൂര്യ 3 പോയിന്റ്, ആദിത്യ 3 പോയിന്റ്, ഷബാന 4 പോയിന്റ്, കീർത്തന 1, സിജി 1, ആര്യ 1, ഹൈപ്പർ ന്യൂട്ടൻ 1, ഫർസാന 2, സാൻജോ 3, സ്മിത 1, സൗമ്യ 3, സഫീറ 4, ജസ്ന 6. ചിലപ്പോൾ 1 പോയിന്റ് അങ്ങനെയൊക്കെ പോയിട്ടില്ല, വിട്ടു കളയാം. അപ്പൊ ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം ചോദിക്കുകയാണ്. നമുക്കിനി സമയം കുറച്ചുള്ളതിന്റെ പേരിലാണ്. ഇതൊരു ചോദ്യമാണ്, ഇംഗ്ലീഷ് ചോദ്യമാണ്. ഞാൻ ചോദിച്ചതാണെങ്കിൽ പറഞ്ഞടുത്ത് മാറ്റി ചോദിക്കും. A man has 6 sons. A man has 6 sons. Each son has 2 sisters. How many children are there? I will repeat. A man has 6 sons, SONS. Each son has 2 sisters. How many children are there? സൂര്യ പറയുന്നു 8, ഷബാന പറയുന്നു 8, സഫീറ പറയുന്നു 9,
ആര്യ പറയുന്നു 8, അമ്മു 8, ഫർസാന 8, രേവതി 8, ജസ്ന 8. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഉത്തരത്തെ ഞാൻ ഖണ്ഡിക്കുന്നില്ല. 8 is the correct answer. ഓക്കെ, അപ്പൊ 8 കറക്റ്റ് ആണ് എന്നുള്ളത് സ്മിത സജിത്ത്. സ്മിത 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 പോയ യെസ് 8 പറഞ്ഞ ആരെങ്കിലും അതൊന്ന് പറഞ്ഞു കൊടുത്തേ. എങ്ങനെയാണ് 8 ആൻസർ വന്നതെന്നുള്ളത് പറഞ്ഞു കൊടുത്തേ. Sir, പറഞ്ഞോളൂ സൂര്യ. each son has two sisters അല്ലേ പറഞ്ഞത്. അപ്പൊ മൊത്തം 6 പേർക്ക് ഓരോ ആൾക്കാർക്ക് ഒരു സിസ്റ്റർ തന്നെ അല്ലേ? അപ്പൊ +2 6 + 2. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. ആലോചിച്ച് ഇംഗ്ലീഷിൽ പോയി ചോദ്യങ്ങളാണ് നോക്കണം. What? There is a 5-letter word. A 5-letter word. 5 അക്ഷരങ്ങളുടെ വാക്ക്. 5-letter word. That becomes shorter. That becomes shorter when you add 2 letters to it. A 5-letter word that becomes shorter when you add 2 letters to it. A 5-letter word that becomes shorter when you add add 2 letters to it. 2 letters to it. Sanila and Rita, Ribila. Okay. പറയാം. ഓക്കെ, ഷബാന പറയാം. അപ്പൊ സനിലക്കും അതുപോലെ തന്നെ റിബിലക്കും കൺഗ്രാജുലേഷൻ. സനില അതൊന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, സഫീറ. സനില ആൻസർ എങ്ങനെയാണെന്നുള്ള പറഞ്ഞു കൊടുക്കും. സാർ അത് 5 ലെറ്റർ ഉള്ള ഒരു വാക്കിന്റെ കൂടെ 2 ലെറ്റർ ചേർക്കുമ്പോൾ ഷോർട്ടർ ആവുമെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഷോർട്ടിന്റെ കൂടെ ഇയർ ചേർക്കുമ്പോ ആവുമല്ലോ. അപ്പൊ അതാണ് പറയുന്നത്. അതായത് 5 ലെറ്റർ ഉള്ള വാക്ക് അത് ഷോർട്ടാണ്. അതിന്റെ കൂടെ 2 വാക്ക് ഏറ്റവും അവസാനം ചേർക്കുക. ഇഷ്ടമുള്ള 2 വാക്കൊന്ന് ചേർത്ത് വെക്കി. അപ്പൊ ചെറുതായില്ലേ? ചെറുതാകും. വാക്ക് ചെറുതാവുന്നല്ല, അർത്ഥം ചെറുതായി. ഓക്കെ. അടുത്തത് വളരെ സിമ്പിൾ ചോദ്യമാണ്, എന്നാലും ഞാൻ വെറുതെ ചോദിക്കുകയാണ്. Where is the only place? ഓക്കെ വരാം. ഓക്കെ വരാം. അങ്ങനെ അത് ഷോർട്ടർ ആവുന്നില്ലല്ലോ. ചെറുതാണ്. ഓക്കെ, സ്മോളർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണ്. യെസ്, where is the only place? Where, where today comes before yesterday. Where is the only place where today comes before yesterday? ഓക്കെ, സാൻജോ ആലോചിച്ചോളൂ. സാൻജോ നല്ല ബുദ്ധിയുള്ള ആളല്ലേ. സിമ്പിൾ ആണ്, വെരി സിമ്പിൾ. Where is the only place? Just ഇതാണ്. Where is the only place? PLSE, place. Where? Where? Today, TODAY, today. അതിന് വേണ്ടി നമ്മളത് comes before
yesterday മുൻപോട്ട് പോകുമ്പോഴാണ് വിചാരിച്ചു. Okay, Safira, you are great. Okay, Safira, Shabana. Okay, great. Okay. When we take the case of a dictionary, today comes before yesterday. Okay. Okay, Safira. Okay, correct answer. Your answer is correct. Where it comes only in the dictionary. Okay. Very good. അപ്പൊ നിങ്ങൾ പ്രകടനം അടിപൊളിയായിരുന്നു. റിയാക്ട് ചെയ്തു. അടുത്ത ക്ലാസ് നമുക്ക് അടുത്തൊരു ടെൻസുമായിട്ട് കാണാം. അപ്പൊ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വിളിച്ചിട്ട് അത് പറയാനൊക്കെ പറയുമ്പോൾ ധൈര്യം പറയട്ടെ. നിങ്ങൾ മാറി നിൽക്കരുത്. നിങ്ങൾ മാറി നിന്ന് കഴിഞ്ഞാൽ എല്ലാം ഇൻട്രസ്റ്റ് നിങ്ങൾ കൂടെ ഉണ്ടെന്ന് തോന്നി കഴിയുമ്പോഴാണ് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, തെറ്റിക്കോട്ടെ, തെറ്റുന്ന ഒരു വിഷയമേ ആക്കി വേണ്ട, നിങ്ങൾ അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്. ബൈ. Thank you, sir.